ന്യായീകരിക്കാൻ വേണ്ടി ശബ്ദമുയർത്തുന്ന ആളുകളുടെ മനോനില ആശ്ചര്യജനകമാണ്. കാരണം ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ സൈനികർ അവർ കൊന്നതോ അവർ മൂലം പലായനം ചെയ്തതോ ആയ പലസ്തീനിയൻ സ്ത്രീകളുടെ അടിവസ്ത്രം ധരിച്ച് ലൈംഗിക ആഭാസം കാണിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അവർ തന്നെ ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ മനോനിലയ്ക്ക് തുല്യമായ മനോനിലയായിരിക്കും ഇസ്രായേലിന്റെ ഈ കൊടും ക്രൂരകൃത്യത്തെ ന്യായീകരിക്കുന്ന ഓരോ ആളുകളും ഞാൻ പറയും. കാരണം മനുഷ്യനായി പറഞ്ഞ ഒരാൾക്കും, മനുഷ്യനായി ജീവിക്കുന്ന മനുഷ്യത്വം മരിക്കാത്ത ഒരാൾക്കും ഇസ്രായേൽ ചെയ്യുന്ന ഈ വംശഹത്യയെ എതിർക്കാതിരിക്കാൻ കഴിയില്ല. ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് കഴിഞ്ഞ 21 മാസം കൊണ്ട് 60,000 മനുഷ്യരാണ് ഗാസ എന്ന് പറയുന്ന 365 സ്ക്വയർ കിലോമീറ്റർ മാത്രം എന്ന പ്രദേശത്ത് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇത് റിക്കവർ ചെയ്ത ഡെഡ് ബോഡികളുടെ കണക്കാണ്. അമേരിക്കയിലെ തന്നെ പ്രശസ്തമായ മാധ്യമ എക്കണോമിസ്റ്റ് പറയുന്നത് ഇതിനേക്കാൾ ഏറെ മനുഷ്യർ അവിടെ മരിച്ചിട്ടുണ്ട്. ആ മൃതദേഹങ്ങൾ ഇപ്പോഴും തകർന്ന കെട്ടിടങ്ങളുടെ അടിയിൽ കിടക്കുകയാണ് എന്ന്. കഴിഞ്ഞ ദിവസത്തെ വാഷിംഗ്ടൺ പോസ്റ്റ് നിങ്ങളിൽ കുറച്ചുപേരെങ്കിലും വായിച്ചിട്ടുണ്ടാകും. 18,500 കുഞ്ഞുങ്ങളാണ് 18,500 കുഞ്ഞുങ്ങളാണ് കഴിഞ്ഞ 21 മാസത്തിനിടെ ഇസ്രായേലിന്റെ ബോംബാക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. 18,500 കുഞ്ഞുങ്ങളെ ബോംബിട്ടും പട്ടിണിക്കിട്ടും കൊന്ന ഒരു രാഷ്ട്രത്തിന്റെ കൂടെ നീതി ഉണ്ടാവുന്നു. ഈ 18,500 കുഞ്ഞുങ്ങളുടെ കാര്യം പറയുമ്പോൾ അതിൽ 936